ഇവിടെ ജാതി അടിസ്ഥാനത്തിൽ ഹിന്ദു നാടാർ സമുദായം ഉള്ളിടത്ത് നാടാർ സമുദായത്തിൽപ്പെട്ടവനെ നിർത്തിക്കഴിഞ്ഞാൽ അത് മതേതരത്വം, മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിൽ മുസ്ലിമിനെ നിർത്തിയാൽ അത് മതേതരത്വം, ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മേഖലയിൽ ക്രിസ്ത്യാനിയെ നിർത്തിയാൽ അത് മതേതരത്വം, BJP ഉത്തരേന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള മേഖലയിൽ ഹിന്ദുവിന് വേണ്ടി സംസാരിച്ചാൽ അത് വർഗീയത. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ലോകത്തിൻ്റെ ഏത് കോണിൽ നടക്കുന്ന യുദ്ധങ്ങളും എന്നെ സംബന്ധിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ്. അതൊരു പാലസ്തീനി മരിച്ചാൽ അതൊരു പാലസ്തീനി മരണപ്പെട്ടു, അത് യുക്രൈനിലൊരു മനുഷ്യൻ മരിച്ചാൽ അത് യുക്രൈനിലെ മനുഷ്യൻ മരണപ്പെട്ടു, ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു മരിച്ചാൽ അത് ബംഗ്ലാദേശിലെ ഹിന്ദു എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതൊരു ബംഗ്ലാദേശ് മരണപ്പെട്ടു. നൈജീരിയയിൽ മരിച്ചവൻ്റെ മതം ഞാൻ നോക്കുന്നില്ല, അത് ക്രിസ്ത്യനാണോ ഹിന്ദുവാണോ മറ്റൊരാളോ ഞാൻ നോക്കുന്നില്ല, നൈജീരിയക്കാരൻ മരിച്ചു. എന്നെ സംബന്ധിച്ച് ലോകത്തിൻ്റെ ഏതൊരു കോണിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നാലും അതെല്ലാം സംഭവിക്കുന്ന അപകടങ്ങൾ ആ രാജ്യത്തെ ജനത മാത്രമാണ്. ഞാൻ പാകിസ്ഥാനിൽ മുസ്ലിം ആയതുകൊണ്ടല്ല പാകിസ്ഥാനെ എതിർക്കുന്നത്, എൻ്റെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ടാണ് ഞാൻ പാകിസ്ഥാനെ എതിർത്ത് സംസാരിക്കേണ്ടി വരുന്നത്. എൻ്റെ രാജ്യത്തെ ഇല്ലാതാക്കാൻ വരുന്ന അമേരിക്ക ആയാലും, എൻ്റെ രാജ്യത്തെ ഇല്ലാതാക്കാൻ വരുന്നത് ദുബായ് ആണെങ്കിലും, എൻ്റെ രാജ്യത്തെ ഇല്ലാതാക്കാൻ വരുന്നത് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ളൊരു നാടാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ രാജ്യമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആ രാജ്യത്തെ പൗരനായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ട്, എന്നെ സംബന്ധിച്ച് എൻ്റെ ചുറ്റുവട്ടത്തുമുള്ള മനുഷ്യൻ്റെ വേദനയാണ് ഏറ്റവും വലിയ വേദന. എൻ്റെ അയൽപ്പക്കത്തെ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനല്ല ഞാൻ പോകുന്നത്, ആ പ്രശ്നം കേട്ട് അതിന് പരിഹാരം കണ്ടെത്താനാണ്. ഞാൻ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഓടയുടെ സ്ലാബിളവ് കിടന്നു കഴിഞ്ഞാൽ ആ ഓട പിടിച്ച് റെഡിയാക്കി വെക്കണം, ഇല്ലെങ്കിൽ ആ പോകുന്ന വഴിയിൽ എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ആ വഴി വരാനും അതൊരു പക്ഷേ കാണാതിരുന്നാൽ അതൊരു അപകട കാരണമായി അത് മരണത്തിലേക്ക് വരെ നയിക്കാമെന്ന് ചിന്തിച്ച് ആ കൺമുന്നിൽ കണ്ട തെറ്റ് പരിഹരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ PWD എഞ്ചിനീയറെ ചീത്ത വിളിക്കാനോ അതിൻ്റെ പേരിൽ PWD മന്ത്രിയെ തെറി വിളിക്കാനല്ല ഞാൻ നോക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കും. പക്ഷേ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മതത്തെ കൂടെ പിടിച്ചു കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. ഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള പ്രദേശത്ത് BJP ഹിന്ദുത്വ ദേശീയത പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയത. ഇവിടെ ജാതി അടിസ്ഥാനത്തിൽ ഹിന്ദു നാടാർ സമുദായം ഉള്ളിടത്ത് നാടാർ സമുദായത്തിൽപ്പെട്ടവനെ നിർത്തിക്കഴിഞ്ഞാൽ അത് മതേതരത്വം, മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിൽ മുസ്ലിമിനെ നിർത്തിയാൽ അത് മതേതരത്വം, ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മേഖലയിൽ ക്രിസ്ത്യാനിയെ നിർത്തിയാൽ അത് മതേതരത്വം, BJP ഉത്തരേന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള മേഖലയിൽ ഹിന്ദുവിന് വേണ്ടി സംസാരിച്ചാൽ അത് വർഗീയത.